ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് സൺഷൈൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ വളർത്താനും പറ്റിയ കുറച്ച് അലങ്കാര ചെടികളെ കുറിച്ചാണ്. ഇതിൽ മെയിനായിട്ട് ഇലച്ചെടികളും എന്നാൽ പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ചെടികളൊക്കെ നമുക്ക് വീട്ടുമുറ്റങ്ങളിൽ സൺഷൈൻ്റെ ഭാഗങ്ങളൊക്കെ ഈസി ആയിട്ട് വളർത്താനും പറ്റിയ ചെടികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇത്തരം ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ചെടി അഗ്ലോണിമയാണ്. അഗ്ലോണിമയെ കുറിച്ച് നമ്മൾ വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അഗ്ലോണിമ ചെടികൾ നമുക്ക് ഈസി ആയിട്ട് സൺഷൈഡിന്റെ ഭാഗങ്ങളിലൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. സ്റ്റെപ്പിന്റെ രണ്ട് സൈഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് അഗ്ലോണിമ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ ഒരു മനസ്സിന് തോന്നുന്ന ക്രിയേറ്റിവിറ്റി നമുക്ക് അഗ്ലോണിമ കൊണ്ടുവരാൻ പറ്റും. ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അഗ്ലോണിമ. അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യപ്രകാശം വളരെ കുറവുള്ള ഭാഗങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വെളിച്ചം തട്ടുന്ന ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് അഗ്ലോണിമ വളരെ ഈസി ആയിട്ട് വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു മുറ്റത്തിന് ഒരു പ്രത്യേക ഒരു ഭംഗി കൊണ്ടുവരാൻ അഗ്ലോണിമയ്ക്ക് സാധിക്കും. അഗ്ലോണിമയിൽ തന്നെ ഒരുപാട് റെയർ വെറൈറ്റികളുണ്ട്, എന്നാൽ കോമൺ വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയക്ക് പറ്റിയ ഒരു അഗ്ലോണിമ സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അഗ്ലോണിമ നമ്മുടെ മുറ്റത്തെ കൂടുതൽ സുന്ദരമാക്കും. രണ്ടാമത്തെ ചെടി ബിഗോണിയാണ്. ബിഗോണിയെ കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ തണലിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഈസി ആയിട്ട് വളർത്താൻ പറ്റും. വളരെ ഈസി ആണെങ്കിലും നമ്മൾ അതിന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട കൂടി ആവശ്യമുണ്ട്. വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്നൊരു സ്വഭാവം നമ്മുടെ ബിഗോണിയെ കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പോട്ടി മിക്സ് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ബിഗോണിയ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഇലകളുടെ ഒരു രൂപമാറ്റത്തിനൊക്കെ അനുസരിച്ച് ഇഷ്ടം പോലെ ബിഗോണിയ വെറൈറ്റികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയക്ക് തോന്നുന്ന ബിഗോണിയ വെറൈറ്റി നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ആ ഒരു ബിഗോണിയ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് പറ്റിയൊരു ഭാഗത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തിന് കൂടുതൽ അലങ്കാരം നൽകാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ബിഗോണിയ. ബിഗോണിയെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ബിഗോണിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ബിഗോണിയാണ്. മൂന്നാമത്തെ പ്ലാന്റ് ബാൽസം ആണ്. ബാൽസത്ത് തന്നെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട്. ഡബിൾ പെറ്റൽ വരുന്നുണ്ട്, സിംഗിൾ പെറ്റൽ വരുന്നുണ്ട്. ഈ ബാൽസ് തന്നെ ചൈനീസ് ബാൽസം ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള കോമൺ ബാൽസും ഉണ്ട്. അപ്പോൾ ഈ ബാൽസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ തണലിൽ കൂടുന്ന ഒരു ചെടിയാണ് ബാൽസം. നമ്മുടെ വീടുകളിൽ വീട്ടുമുറ്റങ്ങളിൽ സൺഷൈഡിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ കാർ പോർച്ചിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തിന് വളരെ അലങ്കാരം കൂട്ടാൻ പറ്റിയ ഒരു ചെടിയാണ് ബാൽസം. ഈ മഴക്കാലങ്ങളിൽ ഓവറായിട്ട് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗം ചീഞ്ഞു വരുന്ന പ്രശ്നം കാണാറുണ്ട്. ഫംഗസിന്റെ ചെറിയ പ്രശ്നം കൂടി കാണാറുണ്ട്. അപ്പോൾ ഈ സൺഷൈഡിന്റെ ഭാഗങ്ങളിൽ വെക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒരുപാട് കുത്തി ഒലിച്ച് വീഴുന്ന അല്ലെങ്കിൽ തട്ടിത്തെറിച്ച് വീഴുന്ന ഭാഗങ്ങളിൽ ബാൽസം വളർത്താതിരിക്കുക. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ബാൽസം വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ഒരു ചെടി കൂടിയാണ് ബാൽസം. ഇതിൻ്റെ കമ്പുകൾ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണ്ടുകൾ നട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് പുതിയ ചട്ടികളിലോട്ട് മാറ്റി വെച്ചിട്ട് ബാൽസത്തിൻ്റെ ചെറിയ നിര തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഭംഗിയായിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ബാൽസം നിറച്ച് പൂത്തിരിക്കുന്ന രീതിയിൽ നമ്മുടെ ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വേറെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ ബാൽസത്തിന് സാധിക്കും. ബാൽസത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. നാലാമത്തെ പ്ലാന്റ് ടർട്ടിൽ വൈൻ ആണ്. ടർട്ടിൽ വൈനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. ടർട്ടിൽ വൈൻ എല്ലാവരും ഇപ്പോൾ വീട്ടുമുറ്റങ്ങളിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ടർട്ടിൽ വൈൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നിലത്തും ഈ ഒരു ടർട്ടിൽ വൈൻ വിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പച്ചപ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പ്രത്യേക അട്രാക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വീട്ടുമുറ്റത്തിന് കൂടുതൽ പച്ചപ്പ് കൊണ്ടുവരാനും ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്തിന് പ്രത്യേക ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിലേക്ക് മുറ്റം കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുറ്റത്തിൻ്റെ ഒരു ടോട്ടൽ അട്രാക്ഷൻ തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ടർട്ടിൽ വൈൻ. ഏറ്റവും അവസാനം പറയാൻ പോകുന്ന ചെടി ഓർക്കിഡ് ആണ്. ഓർക്കിഡുകൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചെടിയാണ്. വ്യത്യസ്തമായിട്ടുള്ള പല വകഭേദങ്ങളിലുള്ള ഓർക്കിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ എക്സ്പെൻസീവ് ആണ്, കൂടാതെ അല്പം കെയർ ആവശ്യമുള്ള ചെടി കൂടിയാണ് ഓർക്കിഡുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓർക്കിഡ് വളർത്തിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മൾ ഓർക്കിഡ് നല്ല മെയിൻ്റനൻസ് കൊടുത്ത് വളർത്തുകയാണ് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ അല്പം തണലുള്ള ഭാഗങ്ങളിൽ ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ കൊണ്ടുവരാൻ പറ്റും. ഓർക്കിഡിൻ്റെ പ്രത്യേകത ഒരിക്കലും പൂവിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ആ പൂക്കൾ പൊഴിയാതെ അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു വീടിൻ്റെ പ്രത്യേക ഒരു ലുക്കിലേക്ക് ഓർക്കിഡുകൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കിഡൊക്കെ നട്ടിട്ടുള്ള മുറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഓർക്കിഡുകൾ തന്നെ പല രീതിയിലുള്ള ഓർക്കിഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കിഡൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മുൻപ് ഓർക്കിഡൊന്നും വളർത്തിയിട്ടില്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള വളരെ കോമൺ ആയിട്ട് കാണുന്ന ഓർക്കിഡുകൾ ആദ്യം വളർത്തിയിട്ട് അതിൽ നിന്ന് അല്പം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ ശേഷം മറ്റുള്ള ഓർക്കിഡുകളിലേക്ക് ഹൈ ലെവൽ ഓർക്കിഡുകളിലേക്കൊക്കെ ഒന്ന് മാറുന്നതായിരിക്കും നല്ലത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കുറച്ചധികം വിലയുള്ള ഓർക്കിഡുകളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓർക്കിഡുകളെല്ലാം നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കിഡൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ടൈപ്പ് ഓർക്കിഡുകൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ ശേഷം ഒരു 6-7 മാസത്തിന് ശേഷം നമ്മൾ
കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ ഓർക്കിഡുകളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓർക്കിഡുകളാണ് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള ഒരു പ്ലാന്റ്. ഓർക്കിഡുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റം വേറൊരു രീതിയിലേക്കാണ് മാറുക. നമ്മുടെ മറ്റുള്ള ചെടികൾ വെക്കുന്ന പോലെയല്ല ഓർക്കിഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുറ്റത്തിൻ്റെ ഒരു ഘടനയും രൂപവും അട്രാക്ഷനൊക്കെ വേറൊരു ലെവലിലേക്കാണ് മാറുക. അത് നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഓർക്കിഡിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓർക്കിഡുകൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ വളർത്തണമെന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മുടെ വീട്ടുമുറ്റത്തിന് കൂടുതൽ അലങ്കാരം നൽകാൻ വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏതൊക്കെ ചെടികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.